നിങ്ങൾ സ്ഥാനങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ വീടിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ ഒരു ദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. അതായത് വാസ്തുശാസ്ത്രവും ഹൈന്ദവ വിശ്വാസങ്ങളും അനുസരിച്ച് ദേവാലയത്തിന് തുല്യമായ പ്രാധാന്യം നൽകേണ്ട ഒരു സ്ഥലമാണ് നിങ്ങളുടെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തുവിൽ അത്രയധികം പ്രാധാന്യം നൽകുന്ന ആ വീട്ടിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചില തെറ്റുകളായിരിക്കാം ജീവിതത്തിൽ നിങ്ങളെ വലിയ രീതിയിലുള്ള ദുരിതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള ചില വാസ്തുദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒരു നിത്യോപയോഗ വസ്തുവാണ് ചെരുപ്പ് എന്ന് പറയുന്നത്. അതായത് വീടിൻ്റെ ചില ഭാഗങ്ങളിൽ ചെരുപ്പ് വയ്ക്കുന്നത് വളരെ വലിയ വാസ്തുദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ്. അതായത് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പോലും ആ ഭാഗങ്ങളിൽ നിങ്ങൾ ചെരുപ്പ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദാരിദ്ര്യവും പ്രതിസന്ധികളും വിട്ടുമാറില്ല എന്നതാണ് സത്യം. അപ്പോൾ വെറും ദോഷങ്ങൾ എന്നതിലുപരി നിങ്ങളുടെ ജീവിതത്തെ തന്നെ മുരടിപ്പിച്ചു കളയുവാൻ ഈ ഒരു വാസ്തുദോഷത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുവാൻ പോകുന്ന ഏതെങ്കിലും ഭാഗങ്ങളിൽ ചെരുപ്പ് വയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ അധ്യായം കണ്ടു കഴിയുമ്പോൾ തന്നെ ഒട്ടും വൈകിക്കാതെ അവിടെ നിന്ന് ചെരുപ്പ് ഒഴിവാക്കുവാൻ മടി കാണിക്കരുത്. അപ്പോൾ വാസ്തുശാസ്ത്രമനുസരിച്ച് വലിയ ദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒരു കാരണവശാലും ചെരുപ്പ് വയ്ക്കുവാൻ പാടില്ലാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് ചെരുപ്പ് വയ്ക്കുവാൻ ഉത്തമമായ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി നിങ്ങൾ ചെരുപ്പ് പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുൻഭാഗമാണ്. മിക്ക വീടുകളും എടുത്തു നോക്കുകയാണെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വീടിൻ്റെ പ്രധാന വാതിലിന് മുൻപിൽ ചെരുപ്പ് അലക്ഷ്യമായി നിരത്തിയിട്ടിരിക്കുന്നതായിരിക്കും കാണുവാൻ കഴിയുക. അതൊരു പക്ഷേ നിങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് ഇടുവാനുള്ള എളുപ്പത്തിന് വേണ്ടിയോ അതല്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള കുട്ടികൾ നിരത്തിയിടുന്നത് കൊണ്ടോ എന്തുമാകാം. എന്തുതന്നെയായിരുന്നാലും ത്രിസന്ധ്യയ്ക്ക് മഹാലക്ഷ്മി പടി കയറി വരുന്ന വഴിയാണ് അത്. എന്നാൽ ഇവിടെ നിങ്ങൾ ചെരുപ്പ് കൂട്ടിയിടുമ്പോൾ പടി കയറി വരുന്ന മഹാലക്ഷ്മിയെ നിങ്ങൾ ആട്ടി പുറത്താക്കുന്നതിന് തുല്യമാണ്. ഇത്തരത്തിൽ ലക്ഷ്മി കോപത്തിനും വാസ്തുദോഷത്തിനും കാരണമാകുന്ന ഒന്നായതിനാൽ തന്നെ ഈ ഒരു പ്രവൃത്തി തുടരുന്ന വീടുകളിലുള്ള വ്യക്തികൾക്ക് സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പെടേണ്ടി വരികയും കടബാധ്യതകളിൽ മുങ്ങിത്താഴുന്ന അവസ്ഥ നേരിടേണ്ടി വരികയും ചെയ്യും. അതായത് നിങ്ങൾ 10 രൂപ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 100 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും ദിനം പ്രതി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക. ഇനി അതുമാത്രമല്ല, ഈ ഒരു പ്രവൃത്തി നെഗറ്റീവ് ഊർജത്തെ വളരെയധികം ആകർഷിക്കും എന്നതിനാൽ തന്നെ ആ വീട്ടിലുള്ളവർക്ക് സമാധാനമോ സന്തോഷമോ അറിയുവാൻ കഴിയില്ല എന്നതും മറ്റൊരു സത്യമാണ്. ഇനി ഈ ദോഷങ്ങളെ ഒഴിവാക്കുവാനായി പ്രധാന വാതിൽ ഒഴിച്ച് നിങ്ങൾക്ക് ചെരുപ്പ് വയ്ക്കാമെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ ഇരുപ്പ് വശമനുസരിച്ച് അതിലും കൃത്യമായ ദിശ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഇരുപ്പിനനുസരിച്ച് പ്രധാന വാതിലിൻ്റെ ഏത് വശത്താണ് ചെരുപ്പ് വയ്ക്കേണ്ടത് എന്നത് കൃത്യമായി വഴിയെ പറയുന്നുണ്ട്. അതിനു മുൻപായി ഒരു കാരണവശാലും ചെരുപ്പ് വയ്ക്കുവാൻ പാടില്ലാത്ത വീടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെപ്പറ്റി പറയാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി വരുന്നത് നിങ്ങളുടെ പൂജാമുറിയുടെ മുൻഭാഗമോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളക്ക് കത്തിച്ചു വയ്ക്കുന്നതിൻ്റെ മുൻഭാഗത്തായോ ആണ്. അതായത് ഈ ഭാഗങ്ങളിൽ നിന്ന് ചെരുപ്പ് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. അത് വലിയ ആളുകളുടെ ചെരുപ്പോ കുട്ടികളുടെ ചെരുപ്പോ എന്തുമായിക്കോട്ടെ ഒരു കാരണവശാലും ഈ ഒരു ഭാഗത്ത് വയ്ക്കുവാൻ പാടില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതിൽ ഈശ്വരാധീനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്.
അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദൈവികത നിലനിൽക്കുന്ന ഒരു ഭാഗമാണ് പൂജാമുറിയും അതുപോലെ തന്നെ നിങ്ങൾ വിളക്ക് തിരി തെളിയിച്ചു വയ്ക്കുന്ന ആ ഭാഗവും. മാത്രമല്ല മിക്ക വീടുകളിലും വിളക്ക് കത്തിച്ചു വയ്ക്കുന്നത് വീടിൻ്റെ ഉമ്മറത്തായിരിക്കും. അപ്പോൾ മിക്കപ്പോഴും അതിനു മുൻപിലായി മുറ്റത്തായിരുന്നാൽ പോലും ചെരുപ്പുകൾ കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയ ദോഷം മറ്റൊന്നുമില്ല. ഇനി ഒരുപാട് ചെരുപ്പില്ലെങ്കിൽ പോലും ഒരേ ഒരു ചെരുപ്പ് മതി ഈ ഒരു ദോഷത്തിന് കാരണമാകുവാൻ. ഈ ഒരു പ്രവൃത്തിയും നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തിനെയും ഐശ്വര്യങ്ങളെയും നൽകുവാൻ എത്തുന്ന മഹാലക്ഷ്മിയെ ചവിട്ടി പുറത്താക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വിളക്ക് കത്തിച്ചു വെക്കുന്നതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ചെരുപ്പ് കിടക്കുന്ന അവസ്ഥ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് ഒരു ദാക്ഷിണ്യവും കൂടാതെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വളരെ വേഗത്തിൽ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെയും ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ഈയൊരു തെറ്റ് ആവർത്തിക്കാതിരിക്കുവാൻ ശ്രമിക്കുകയും വേണം. കാരണം ഈ ദോഷത്തിന് കാരണമാകുന്നത് കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ദോഷം ബാധിക്കുന്നത് നിങ്ങളുടെ വീടിനെ തന്നെയാണ്. ഇനി മിക്ക വീടുകളിലും ചെരുപ്പുകളും അതുപോലെ വീട്ടിലെ ഉപയോഗം കുറഞ്ഞ വസ്തുക്കളുമെല്ലാം സൂക്ഷിക്കുവാൻ പലരും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമായിരിക്കും വീട്ടിലെ സ്റ്റെയറിൻ്റെ അടിഭാഗം. അതായത് വീട്ടിൽ എല്ലാം അടുക്കി ഒതുക്കി വയ്ക്കുവാനും ആ ഭാഗത്ത് വെച്ചാൽ ഒതുങ്ങിയിരിക്കുമല്ലോ എന്ന് കരുതിയുമാണ് പല ആളുകളും ഇത് ചെയ്യുന്നതെങ്കിലും ഇതിലും വലിയ ഒരു ദോഷം വേറെയില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ വയ്ക്കുന്ന ചെരുപ്പ് നിങ്ങൾ വീട്ടിൽ ഇടുവാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും അത് ദോഷകരം തന്നെയാണ്. അത്തരത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള ഉന്നമനവും പിന്നീട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതായത് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിരന്തരം കാര്യതടസ്സങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി വലിയ ഒരു തകർച്ച നിങ്ങൾക്ക് ഇതിലൂടെ അനുഭവത്തിൽ വരികയും ചെയ്യും. പുരോഗതിക്ക് തടസ്സം വരും എന്നത് മാത്രമല്ല, മാനസികമായും ശാരീരികമായും ആ വീട്ടിലുള്ളവർക്ക് ഒട്ടനവധി പ്രതിസന്ധികളായിരിക്കും അനുഭവിക്കേണ്ടി വരിക. ഇനി അടുത്തതായി നിങ്ങൾ പൂർണ്ണമായും ചെരുപ്പ് ഒഴിവാക്കേണ്ട നിങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈശാന കോൺ അഥവാ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ്. ഈ ഈശാന കോൺ എന്ന് പറയുന്ന ഭാഗം ഈശ്വരനുള്ള കോൺ അഥവാ ഈശ്വരൻ വസിക്കുന്ന സ്ഥലമായിട്ടാണ് വാസ്തുവിൽ കണക്കാക്കുന്നത്. അതായത് എല്ലാ വിധത്തിലുള്ള പോസിറ്റീവ് ഊർജവും നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ഈ വടക്ക് കിഴക്കേ മൂല അഥവാ ഈശാന കോണിലൂടെയാണ്. അപ്പോൾ ഇത്രയും പ്രാധാന്യമറിയിക്കുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ ചെരുപ്പ് കൊണ്ടുപോയി ഇടുകയും അതിനുശേഷം വീട്ടിൽ ഒരു വിധത്തിലുള്ള ഉന്നമനവും കാണുവാൻ കഴിയുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇനി ഈയൊരു ദോഷം ഏറ്റവും പ്രധാനമായി വീട്ടിലെ തലമുറകളെയും അതോടൊപ്പം തന്നെ വീടിൻ്റെ മേൽഗതിയെയും ബാധിക്കുന്ന ഒന്നാണ്. ചില വീടുകളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അറിയാം, ആ വീട്ടിലുള്ള കുട്ടികൾ പഠന കാര്യങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുന്നവരും അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ഊർജ്ജസ്വലത ഉള്ളവരുമായിരുന്നിരിക്കാം. എന്നാൽ വളരെ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ അവർ പഠന കാര്യങ്ങളിൽ പിന്നോക്കം പോവുകയും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധയില്ലാത്തവരായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. എന്നാൽ ഇത്തരത്തിലുള്ള വാസ്തുദോഷങ്ങൾ കുട്ടികളിൽ ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കാരണമാവുകയും അത് നിങ്ങളുടെ കുടുംബത്തെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, മുതിർന്നവർക്കാണെങ്കിൽ കർമ്മമേഖലയിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും അതുപോലെ ഭാവി, വിവാഹം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം തടസ്സങ്ങളും ഈശാന കോണിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു തെറ്റുകൊണ്ട് വന്നു ചേരും. ചുരുക്കം പറഞ്ഞാൽ ഒരു വീട്ടിൽ സന്തോഷവും ഉയർച്ചകളും പുരോഗതിയുമാണോ വേണ്ടത് എന്നും നേരെമറിച്ച് ഇല്ലായ്മകളാണോ നിലനിൽക്കേണ്ടത് എന്നും തീരുമാനിക്കപ്പെടുന്നത് തന്നെ
ഈശാന കോണിൽ നിങ്ങൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വീടിനകത്തായാലും പുറത്തായാലും ഈശാന കോൺ വരുന്ന ഭാഗത്ത് നിങ്ങൾ ചെരുപ്പുകൾ സൂക്ഷിക്കുവാൻ പാടില്ല. ഇനി അത്തരത്തിൽ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉടനടി തന്നെ ചെരുപ്പുകൾ അവിടെ നിന്ന് നീക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ചില ആളുകൾ വീടുകളിൽ ഇടുവാനായി പ്രത്യേകം ചെരുപ്പ് വാങ്ങിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ വീടിന് വെളിയിൽ നിന്ന് വേഗത്തിൽ അടുക്കളയിലേക്കും മറ്റും കയറുമ്പോൾ അടുക്കളയിൽ കൊണ്ടുവന്ന് ചെരുപ്പിടാറുണ്ട്. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിലിടുന്ന ചെരുപ്പാണെങ്കിലും പുറത്തു നിന്ന് കയറി വരുമ്പോൾ ഇടുന്ന ചെരുപ്പാണെങ്കിലും അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കുവാൻ പാടില്ല. ഇതും അതികഠിനമായ വാസ്തുദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒരു തെറ്റ് തന്നെയാണ്. ഇനി മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെരുപ്പ് ഊരിക്കൊണ്ടുവന്ന് നിങ്ങളുടെ അടുക്കളയിൽ ഇട്ടാൽ പോലും അത് നിങ്ങൾ ശ്രദ്ധിക്കുകയും ഉടനടി തന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുക. ഇനി അടുത്തതായി വാസ്തുവിൽ വളരെയധികം ദോഷകരമായ ഫലങ്ങൾക്ക് കാരണമാകുന്ന ഒരു തെറ്റാണ് മരണപ്പെട്ടു പോയ വ്യക്തികളുടെ ചെരുപ്പുകൾ വീടുകളിൽ സൂക്ഷിക്കുന്നത്. അതൊരു പക്ഷേ മരിച്ചു പോയത് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതിനാൽ അവരുടെ ചെരുപ്പ് വീട്ടിൽ നിന്ന് ഒഴിവാക്കുവാൻ നിങ്ങൾ കൂട്ടാക്കാതിരിക്കുന്നതായിരിക്കാം. എന്നാൽ നിങ്ങൾ പോലും അറിയാതെ ആ ഒരു തെറ്റുകൊണ്ട് ഒട്ടനവധി ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പിടിമുറുക്കും. അത്തരത്തിൽ മരിച്ചു പോയവരുടെ ചെരുപ്പുകൾ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുവാൻ പാടില്ല എന്ന് മാത്രമല്ല, പിന്നീട് അത് നിങ്ങൾ ഉപയോഗിക്കുവാനും പാടുള്ളതല്ല. ഇനി അതുപോലെ വളരെ വലിയ വാസ്തുദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒരു തെറ്റാണ് നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ ചെരുപ്പ് ഉപയോഗിക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ തന്നെ ചെരുപ്പ് നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് അവരുടെ ജീവിതത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും അനുഭവത്തിൽ വരുവാനും അതുപോലെ തന്നെ മറ്റു ചില ദോഷങ്ങൾ നിങ്ങളെ വേട്ടയാടുവാനും കാരണമാകും. ചുരുക്കം പറഞ്ഞാൽ അവരിൽ നിലനിൽക്കുന്ന നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാൻ ഇതിലും നല്ല ഒരു മാർഗം വേറെയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ദോഷം വിളിച്ചു വരുത്തുന്ന പ്രവൃത്തി നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. ഇനി അതുപോലെ പല വീടുകളിലും കണ്ടുവരുന്ന ഒരു തെറ്റാണ് ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ വീട്ടിൽ നിന്ന് മാറ്റാതെ വീടുകളിൽ ഇത് അനാവശ്യമായി സൂക്ഷിച്ചു വെക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ പൊട്ടിയ ചെരുപ്പുകളും ഉപയോഗശൂന്യമായ ചെരുപ്പുകളും വീടുകളിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജത്തിൻ്റെ കൂമ്പാരമാണ് എന്നതാണ് സത്യം. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുകയും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാത്ത ഒരു ചെരുപ്പാണ് ഉള്ളതെങ്കിൽ പോലും അത് വീട്ടിൽ നിന്ന് മാറ്റുക. ഇനി നിങ്ങളുടെ വീടിൻ്റെ ഇരുപ്പ് വശമനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ ചെരുപ്പ് വയ്ക്കുവാൻ ഉത്തമമായ ഭാഗങ്ങളെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ടേക്കാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ വീട് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ചെരുപ്പ് വയ്ക്കുവാൻ ഉത്തമം വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഇടതുഭാഗമാണ്. അതായത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ കിഴക്കോട്ട് നോക്കിയാണ് നിൽക്കുന്നത് എങ്കിൽ മാത്രമേ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ചെരുപ്പ് വയ്ക്കുവാൻ പാടുള്ളൂ. ഇനി ഇതിൽ ചില ആളുകൾക്ക് ഒരു സംശയമുണ്ടാകും, നിങ്ങൾ പുറത്തുനിന്ന് വെളിയിലേക്ക് പോകുന്നതിൻ്റെ ഇടതുഭാഗത്താണോ അതോ മുറ്റത്തു നിന്ന് കയറി വരുമ്പോഴുള്ള ഇടതുഭാഗമാണോ എന്നുള്ളത്. ഇതിൽ നിങ്ങൾ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ പ്രധാന വാതിലിൻ്റെ ഇടതുവശമായി വരുന്ന ഭാഗത്താണ് നിങ്ങൾ ചെരുപ്പ് വയ്ക്കേണ്ടത്. ഇത്തരത്തിൽ വയ്ക്കുന്നതിലൂടെ കിഴക്ക് ദർശനമായി വരുന്ന വീടുകളിൽ ദോഷങ്ങൾക്ക് പകരം അഭിവൃദ്ധി ഉണ്ടാകും. ഇനി നിങ്ങളുടെ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണെങ്കിൽ ആ വീടിൻ്റെ വാതിലിൻ്റെയോ അതല്ല എന്നുണ്ടെങ്കിൽ വീടിൻ്റെ കട്ടളപ്പടിയുടെയോ വലതുഭാഗത്തേക്ക് മാറ്റി നിങ്ങൾ ചെരുപ്പ് വയ്ക്കുന്നത് വളരെ ഉത്തമമാണ്. അതായത് നിങ്ങൾ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ പ്രധാന വാതിലിൻ്റെ വലതുവശമായി വരുന്ന ഭാഗത്ത് വേണം
നിങ്ങൾ ചെരുപ്പ് വയ്ക്കുവാൻ. ഇനി പടിഞ്ഞാറോട്ട് ദർശനം വരുന്ന വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഇടതുവശമാണ് ചെരുപ്പ് വയ്ക്കുവാൻ ഉത്തമം. ഇത് നിങ്ങൾ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന സമയത്ത് ഇടതുവശമായി വരുന്ന ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായി ഈ ഭാഗത്ത് നിങ്ങൾ വയ്ക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റി ആകർഷിക്കപ്പെടുവാനും ലക്ഷ്മി കടാക്ഷം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാനും കാരണമാകും. ഇനി തെക്കോട്ട് ദർശനം വരുന്ന വീടാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ മുറ്റത്തു നിന്ന് നോക്കുമ്പോൾ പ്രധാന വാതിലിൻ്റെ വലതുവശമായി വരുന്ന ഭാഗത്ത് ചെരുപ്പ് വയ്ക്കുന്നത് ഉത്തമമാണ്. ഇനി ഇത്തരത്തിൽ നിങ്ങൾ പ്രധാന വാതിലിൻ്റെ വശങ്ങളിലായി ചെരുപ്പ് വയ്ക്കുമ്പോൾ അത് അതാത് ഭാഗത്ത് മാത്രമായിരിക്കുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത് എന്നും ഒരു കാരണവശാലും പ്രധാന വാതിലിന് മുൻഭാഗത്തേക്ക് വരുന്നില്ല എന്നുള്ളതും കൃത്യമായി ഉറപ്പുവരുത്തണം. ഇനി പുറത്ത് ചെരുപ്പ് വയ്ക്കുന്നതിന് പകരം ഏതെങ്കിലും സാഹചര്യങ്ങളിൽ വീടിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെരുപ്പ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്കേ മൂല, വീടിൻ്റെ അടുക്കള, സ്റ്റെയറിൻ്റെ അടിഭാഗം, പൂജാമുറിയുടെയും വിളക്ക് കത്തിക്കുന്ന ഭാഗത്തിൻ്റെയും മുൻഭാഗം എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റെവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെരുപ്പ് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ചില വാസ്തുദോഷങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കുകയും ഒപ്പം തന്നെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ ശുഭകാര്യങ്ങളും അഭിവൃദ്ധിയും നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. അതായത് ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ് വലിയ വലിയ ദോഷങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ അറിവുകൾ പറഞ്ഞു കൊടുക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.